ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേസ്റ്റ് തെർമോക്കോളും സിമൻറ്റും കൊണ്ട് ഒരു അടിപൊളി ഷോപ്പീസ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറുതായിട്ടൊന്ന് നമുക്കൊരു കളിമുൾ ചെടിയുടെ ഒരു തണ്ടിൻ്റെ ആകൃതിയിൽ നിന്ന് റൗണ്ട് ഷേപ്പിലല്ല, ഒരു ശകലം നീളം കൂട്ടി ഒന്ന് വരച്ചെടുക്കാം. വരച്ചെടുത്തിട്ട് ആ ഭാഗം മൊത്തം നമുക്ക് കട്ട് ചെയ്തിട്ട് കളയാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇതേ കണക്കിരിക്കും. അപ്പോൾ അതേ കണക്കത്തെ ചെറുതും വലുതുമായിട്ടുള്ളൊരു 2, 4, 5 പീസുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടി സൈഡിൽ കമ്പി തുണ്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് കയറ്റി വെച്ചേക്കാം. അപ്പോൾ കമ്പി തുണ്ടില്ലെങ്കിൽ നമുക്ക് പച്ച ഈർക്കിലായിരുന്നാലും മതിയാകും, ഓലയുടെ ഈർക്കിലായിരുന്നാലും മതിയാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സിമൻറ്റും വെള്ളവും കൂടെ ഒരു മീഡിയം കട്ടിക്ക് കലക്കിയിട്ട് നമ്മൾ ആ വെട്ടി വെച്ചിരിക്കുന്ന തെർമോക്കോളിൻ്റെ പീസെല്ലാം അതിലോട്ട് നല്ലവണ്ണം മുക്കിയെടുക്കാം. അപ്പോൾ മുക്കിയെടുക്കപ്പോൾ ഏകദേശം ഉണങ്ങുന്നതിനനുസരിച്ച് ഒരു 2, 3, 4 തവണ മുക്കിയെടുക്കുമ്പോൾ ഏകദേശം അത് കട്ടി കൂടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പം പ്ലാസ്റ്റിക് ഷീറ്റില്ലെങ്കിൽ നമുക്ക് കുപ്പിയുടെ വലിയ ബോട്ടിലിൻ്റെ അടപ്പായിരുന്നാലും റൗണ്ട് ഷേപ്പിലുള്ള എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് അല്ലാതെ വേറെ ഏത് സ്ക്വയറായിരുന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ അത് റൗണ്ട് ഷേപ്പിൽ ഞാൻ അതിനെ ചുറ്റിയിട്ട് ഒരു ടാപ്പ് വെച്ച് ഒട്ടിച്ച് എടുക്കുന്നുണ്ട്. അപ്പം ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റും വെള്ളവും കൂടെ തന്നെയാണ്. ഒരു മീഡിയം കട്ടിക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ റൗണ്ട് ഷേപ്പിനകത്ത് നല്ലവണ്ണം ഫില്ല് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പൊക്കത്തിനനുസരിച്ച് നല്ലവണ്ണം ഒഴിച്ച് കൊടുത്ത് ഫില്ല് ചെയ്യാം. എന്നിട്ട് അതിനൊന്ന് ഉണങ്ങാൻ വെച്ചേക്കാം. അത് ഉണങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ തെർമോക്കോള് സിമൻറ്റിൽ മുക്കി വെച്ചേക്കുന്നത് ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ മുക്കിയിട്ടുണ്ടായിരുന്നു ഓരോ പീസും. എന്നിട്ട് അതിൻ്റെ മുകളിൽ സിമൻറ്റും വെള്ളം കൂടെ ഒരു മീഡിയം കട്ടിക്ക് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കാൻ നോക്കുക. അപ്പോൾ ഏകദേശം തേച്ച് പിടിപ്പിക്കുന്നത് ഒരു 3, 4 തവണ ഇതേ കണക്ക് തേച്ച് പിടിപ്പിച്ചാൽ അത് ഏകദേശം നല്ല കട്ടിക്ക് തന്നെ കിട്ടും. പിന്നെ നമുക്ക് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം അതിനെ പേപ്പർ പിടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ഒരു 3, 4 ലെയർ സിമൻറ്റ് ഇതേ കണക്ക് തന്നെ നല്ലവണ്ണം കട്ടിക്ക് തേച്ച് പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് അവിടെ നിന്ന് കുറച്ച് സിമൻറ്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് അവിടെ ഒരു ഹോളായിട്ട് ഇട്ടിരുന്നാൽ മാത്രം മതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കള്ളിമുള്ളി ചെടിയുടെ എല്ലാ തണ്ടുകളും ജോയിൻറ്റ് ചെയ്യാനുള്ള ഇതാണ്. അപ്പോൾ അതിനുവേണ്ടി ചെറിയ കമ്പിത്തുണ്ടില്ലെങ്കിൽ നമുക്ക് നല്ല ബലമുള്ള ഈർക്കിൽ അതിനകത്തോട്ട് നല്ലവണ്ണം ഒരു ചെറിയൊരു നീളത്തിന് കയറ്റിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ചരിച്ചും തിരിച്ചും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനൊരു 4 പീസ് ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 പീസും ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ജോയിൻറ്റ് ഭാഗത്തൊക്കെ സിമൻറ്റ് നല്ല കട്ടിക്ക് തന്നെ അതിൻ്റെ പുറത്തുകൂടെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അങ്ങനെ കട്ടിക്ക് തേച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ ആ എല്ലാ ഭാഗത്തും പറ്റത്തക്ക രീതിയിൽ ജോയിൻറ്റ് ഭാഗമൊക്കെ പ്രത്യേകിച്ച് നല്ല കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കാൻ നോക്കുക.
അപ്പം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് ഒരു 3-4 തവണ തേച്ച് പിടിപ്പിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നല്ല കട്ടിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് അത് ഒരു 2 ദിവസം കഴിയുമ്പോൾ നല്ല ബലമായിട്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ തേച്ച് പിടിപ്പിച്ച് ഒരു 1-2 ദിവസം നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ ഉണങ്ങാൻ വയ്ക്കുമ്പം ചെറുതായിട്ടൊന്ന് വെള്ളവും കൂടെ തളിച്ചു കൊടുത്താൽ നല്ലൊരു ബലം കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിനി അതിൻ്റെ പുറത്ത് പേപ്പറൊക്കെ പിടിച്ച് അതിനൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുൻപ് ആ ഒരു വല്ല മൂർച്ചയുള്ള കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ ഉപയോഗിച്ച് അതിൻ്റെ പുറത്തുള്ള ആ തടുപ്പൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. എല്ലാ പീസുകളും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ പീസുകളും നല്ലവണ്ണം പേപ്പർ പിടിച്ചതിന് ശേഷം പിന്നെ നമുക്കൊരു ബക്കറ്റിനകത്ത് അത് താഴ്ത്തി വെച്ചിട്ട് ഒരു 2 ദിവസവും കൂടെ നല്ലവണ്ണം നനയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ല ബലം കിട്ടും. ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ പീസുകളും അതിനകത്ത് തന്നെ വെച്ച് കൊടുത്ത് ഒരു 2 ദിവസം വെള്ളത്തിൽ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബലം കിട്ടും. പിന്നെ അതും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് വൈറ്റ് സിമൻറ്റ് ഏകദേശം അതിൻ്റെ എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ഒരു കോട്ടും കൂടെ അടിച്ചു കൊടുക്കാം. 1-2 കോട്ട് അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അപ്പം നമ്മൾ സിമൻറ്റ് പേപ്പർ പിടിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഹോൾസൊക്കെ കാണും, അതൊക്കെ അടയാൻ വേണ്ടിയാണ് വൈറ്റ് സിമൻറ്റ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ വൈറ്റ് സിമൻറ്റും കൂടെ നമുക്കത് ഉണങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ പേപ്പർ പിടിച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുമ്പം മൊത്തത്തിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ പേപ്പറൊക്കെ പിടിച്ച് തീർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിന് ആ റൗണ്ട് അകത്ത് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ച് വൈറ്റ് സിമൻറ്റ് നല്ല ലൂസിന് കോരി ഒഴിച്ചിട്ട് നമ്മൾ ആ ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വലിയ പീസുകൾ അതിനകത്തോട്ടെടുത്ത് നിർത്തി കൊടുക്കുക. അപ്പം വൈറ്റ് സിമൻറ്റ് എല്ലാ സൈഡിലും നല്ലവണ്ണം തേച്ച് ഫിനിഷ് എടുക്കപ്പോൾ അത് നല്ല ബലത്തിൽ തന്നെ നിന്നോളും. ഇനി അടുത്ത ആ ചെറിയ പീസിൽ നമുക്ക് കുറച്ച് വൈറ്റ് സിമൻറ്റും കുറച്ച് ഫെവിക്കോളും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് തേച്ച് പിടിപ്പിച്ച് ആ വലിയ പീസിലോട്ട് ചേർത്ത് വെച്ച് അവിടെയും കൂടെ അത് വെച്ച് ഉറപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഉള്ള ചെറിയ ഹോൾസും എവിടെയെങ്കിലുമൊക്കെ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കരണ്ടി കൊണ്ടും ആ ബ്രഷ് കൊണ്ടൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അതിനെ ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ അത് ഏകദേശം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെറിയ മൂർച്ചയുള്ള കരണ്ടിയോ അല്ലെങ്കിൽ മറ്റ് കത്തിയോ ഉപയോഗിച്ച് ഒരുവിധം ചെറിയ ലൂസിന് വൈറ്റ് സിമൻറ്റ് വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ കള്ളിമുൾ ചെടിയുടെ പുറത്ത് സൈഡിലോട്ട് അവിടെ കുത്തുകളായിട്ട് കോരി ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കുത്തുകളായിട്ട് വരും. അപ്പോൾ അത് എല്ലാ സൈഡിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സൈഡിലും ഇതേ കണക്ക് കുത്തുകൾ കൊടുക്കാം. അപ്പോൾ അത് കൊടുത്ത് അത് ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ട് ചെറുതായിട്ട് ആ കുത്തുകളെല്ലാം ഒരേ ഷേപ്പിൽ വരാൻ വേണ്ടി അതിൻ്റെ തടുപ്പുകളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് പേപ്പറും കൂടെ പിടിച്ചു കൊടുക്കാം. അപ്പം നല്ല ബലപ്പിച്ച് പേപ്പർ പിടിക്കണ്ട, ചെറുതായിട്ട് നൈസായിട്ടൊന്ന് പേപ്പർ പിടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ കുത്തുകളൊക്കെ ഏകദേശം നല്ലൊരു ഷേപ്പിൽ കിട്ടും നമുക്ക്. അടുത്തതായിട്ട് നമുക്ക് ഇത് പേപ്പറെല്ലാം പിടിച്ച് തീർന്നിട്ട് കളർ കൊടുക്കാം. അപ്പോൾ കളർ കൊടുക്കാൻ എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ കളറാണ്. അപ്പോൾ ആക്രിലിക്കിൻ്റെ ഗ്രീനും റോസും ഈ 2 കളറുകളാണ് പെയിൻറ്റിന് കളർ കൊടുക്കാൻ ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഏറ്റവും അടിസൈഡിൽ റൗണ്ട് ഷേപ്പിൽ റോസും
മുകളിൽ കള്ളിമുൾ ചെടിയിൽ ഒറ്റ കളറേ ഉള്ളൂ, പച്ചയും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.